ഹായ് എവരി വൺ. ഇപ്പോൾ ഞാൻ വർക്കിലാണ് നിലവിൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഒരു കുക്കിംഗ് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇന്നുണ്ടാക്കാൻ പോകുന്നത് ക്ലാസിക് ഹെർബ് ചിക്കൻ എന്ന് പറഞ്ഞിട്ട് ഒരു കനേഡിയൻ ഡിഷാണ്. ഇന്ന് എൻ്റെ ഡ്യൂട്ടിയാണ് കുക്ക് ചെയ്യേണ്ടത്. അപ്പം സോ നിലവിൽ എൻ്റെ ക്ലയൻറ്റ് പുറകെ പോയതാണ് ഞാൻ നോക്കിയിട്ടുണ്ട്. ഇനി അത് ഞാൻ കാണിച്ചിട്ട് എങ്ങനെ കുക്ക് ചെയ്യുന്നത്. ഓൾറെഡി ഞാൻ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് ഈ ഇരിക്കുന്നത്, കണ്ടില്ല. This is how it is. ഞാൻ തിരിക്കാം, ക്യാമറ വയ്ക്കാം. സോ അപ്പം തിരിച്ചടച്ചു വെച്ചു. ഇതിന് ഒരു 2 മണിക്കൂറോളം, ഇപ്പോൾ 1 മണിയായി. ഒരു മൂന്നര ആകുമ്പോഴത്തേക്ക് ഞാൻ എടുത്ത് മാരിനേറ്റ് ചെയ്ത് ബേക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. പിന്നെ കുറച്ച് മാഷ് പൊട്ടറ്റോയും കുറച്ച് ഇതുണ്ടാക്കും, വെജീസും ഉണ്ടാക്കും. അതും കാണിച്ചു. സോ മാഷ്ഡ് പൊട്ടറ്റോയ്ക്ക് നമ്മൾ പൊട്ടറ്റോ എടുത്ത് പീൽ ചെയ്യണം. പീൽ ചെയ്തിട്ട് കട്ട് ചെയ്ത് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് എന്നിട്ട് അത് മാഷ് ചെയ്യണം. അതാണ് അതിൻ്റെ പരിപാടി. 5 എടുത്ത് പീൽ ചെയ്യാം. അങ്ങനെ അത് മൊത്തം പീൽ ചെയ്ത് ഇനി ഇതെല്ലാം കട്ട് ചെയ്ത് പീസാക്കിയിട്ട് വൃത്തിയാക്കിയിട്ട് അതിൻ്റെ അതിലിടണം. അങ്ങനെ ഇത് മൊത്തം കട്ട് ചെയ്ത് സെറ്റായി. ഇനി ഇത് പാത്രത്തിലിടാക്കണം, തിളപ്പിക്കണം. വെള്ളം നിറച്ച് അത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് പതുക്കെ ബേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒന്നുമില്ലെന്ന് മേക്ക് ഷുവർ ചെയ്തു. ബേക്ക് 400 ഡിഗ്രീസ് സ്റ്റാർട്ട്. 400 ഡിഗ്രി എത്തട്ടെ, എന്നിട്ട് ബാക്കി സെറ്റ് ചെയ്യാം. 400 ഡിഗ്രീസ് ആയി. ഇതിലൂടെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഞാൻ പാൻ വെച്ചിട്ട് പാർമേഷൻ ഷീറ്റ് വിരിച്ചു. അതിനകത്ത് ഞാൻ ചിക്കൻ എടുത്ത് വെക്കണം. അതിനകത്തോട്ട് അങ്ങനെ എല്ലാം മാരിനേറ്റ് ചെയ്ത് സെറ്റാക്കി. ഇനി ഇത് ഓവൻ്റെ അകത്തോട്ട് കയറ്റണം. എല്ലാത്തിനും ഓവനെ കയറ്റി സെറ്റാക്കി അടച്ചു ഒരു 40 മിനിറ്റ്. സോ സ്മോൾ ചേഞ്ച് ഓഫ് പ്ലാൻസ്. നമ്മൾ ബോയിൽഡ് വെജിറ്റബിൾസാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അതിന് വേണ്ട സാധനം ഇല്ല. അതിന് വേണ്ട വെജിറ്റബിൾസ് ഇല്ല. ഉള്ളത് സ്റ്റിർ ഫ്രൈ വെജിറ്റബിൾസ് ആണ്. അപ്പം സ്റ്റിർ ഫ്രൈ വെജിറ്റബിൾസ് ഉണ്ടാക്കും. സ്റ്റിർ ഫ്രൈ സോസ് വെച്ചല്ല, ഹണി ഗാർലിക് സോസ് വെച്ച് ഉണ്ടാക്കുന്നത്. അത്യാവശ്യം നല്ലപോലെ വെന്തു. ഇതിനും പതുക്കെ ഒഴിക്കണം. അങ്ങനെ വെള്ളം ഊറ്റി. ഇനിയും ബ്ലാക്ക് പെപ്പറും ബേസിൽ ലീവ്സും സോൾട്ടും കുറച്ച് പാലും ഇതിനകത്ത് ഒഴിക്കണം. എന്നിട്ടത് മാഷ് ചെയ്യണം. ഇതിനകത്ത് ഇടാൻ പറഞ്ഞു പോയൊരായിട്ടാണ് ബട്ടറും ഇതിൻ്റെ അകത്ത് ഇടണം. ബട്ടർ ഇട്ട് ഇതിനെ ക്രഷ് ചെയ്യാം. ബേസിൽ ലീവ്സ് ഇടുന്നത് ചെറിയൊരു ഫ്ലേവറിന് വേണ്ടി ഇടുന്ന. അങ്ങനെ അവസാനം മാഷ്ഡ് പൊട്ടറ്റോ സെറ്റായി. ടേസ്റ്റ് ഉണ്ട് അത്യാവശ്യം. പാൻ ചൂടാക്കാൻ വെച്ചേക്കുക. ബട്ടർ ഇട്ടിട്ട് സ്റ്റിർ ഫ്രൈ വെജിറ്റബിൾസ് സെറ്റാക്കണം. വെജിറ്റബിൾസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയും ജസ്റ്റ് ഇത് ഒന്ന് വഴറ്റി കിട്ടുക. എന്നിട്ട് എന്താ പറയുക, കുറച്ച് ഹണി ഗാർലിക് സോസ് ഇടുക. അത്രേ ഉള്ളൂ പരിപാടി. സോ നമ്മുടെ വെജിറ്റബിൾസ് ഓൾമോസ്റ്റ് വെന്ത് നല്ലപോലെ. അപ്പം ഇതാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന ഹണി ഗാർലിക്ക. ഇത് കുറുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം പരിപാടി കഴിഞ്ഞു. സ്റ്റിർ ഫ്രൈ വെജിറ്റബിൾസ് അല്ല, വെജിറ്റബിൾസ് ചിക്കൻ കറിയാക്കി യൂസ് ചെയ്ത് സ്റ്റിർ ഫ്രൈ ആക്കിയതാണ്. ഇതും മാഷ്ഡ് പൊട്ടറ്റോ. ചിക്കൻ ഇപ്പോൾ ആവും. ഓൾമോസ്റ്റ് 1 മിനിറ്റ് ഉള്ളൂ ചിക്കനാവാൻ. ചിക്കൻ എല്ലാം റെഡിയായി. ഇവിടെ നമ്മുടെ വെജിറ്റബിൾസ് റെഡി ആയിട്ടുണ്ട്. അതുപോലെ മാഷ് ഫ്രൈനും റെഡി ആയിട്ടുണ്ട്. ഇത് പ്ലേറ്റ് ചെയ്ത് കാണിച്ചിട്ടാണ്. ആദ്യം കുറച്ച് മാഷ് ഫ്രൈ എടുക്കുക, ഒരു സൈഡിലൂടെ ഇട്ടുക. അടുത്തത് സ്റ്റിർ ഫ്രൈ വെജിറ്റബിൾസ് എടുക്കുക, അത് കുറേശ്ശെ സൈഡിലോട്ട് തട്ടുക, കുറച്ചുകൂടെ വെക്കുക. എനിക്ക് വെച്ചിട്ട് ചിക്കൻ 3 പീസ് ചിക്കൻ എടുക്കുക. എന്നിട്ട് ഇതാണ് ഇന്ന് കൊടുക്കുന്ന ക്ലയൻസിന് കൊടുക്കുന്ന ഫുഡ്. ഇങ്ങനെയാണ് ഞാൻ പ്ലേറ്റ് ചെയ്യാറുള്ളത്. പ്രോട്ടീനാണ് ചിക്കന്, ഫൈബറിന് വെജിറ്റബിൾസ്, മാഷ്ഡ് പൊട്ടറ്റോ, കാലറിയും കുറച്ച് ഫൈബറുമാണ് അതിനകത്ത്. പിന്നെ ഇങ്ങനെ പ്ലേറ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ബാലൻസ്ഡ് ആയിട്ടാണ് ഇപ്പോൾ ക്ലയൻസിന് കൊടുക്കുന്നത്. അതുകൊണ്ട് സോ ഗൈസ്, കുക്കിംഗ് മൊത്തം കഴിഞ്ഞു. എനിക്കും കുറച്ച് ഞാൻ പ്ലേറ്റ് ചെയ്തെടുത്ത് കഴിക്കാം.